തിരുവനന്തപുരം കാട്ടാക്കട വിഗ്യാൻ കോളേജിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. 2ാം വർഷം BBA വിദ്യാർത്ഥി ക്രിസ്റ്റോ എസ് ദേവിനാണ് മർദ്ദനമേറ്റത്. പരിക്ക് ചുണ്ടിലുണ്ട്, ചുണ്ടിൽ പൊത്തായിരുന്നു. അത് മോതിരം എന്താ കൊണ്ടുപോയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ തലയൊക്കെ വേദനയുണ്ട്. മുൻവൈരാഗ്യമായിട്ടൊന്നുമില്ല, പക്ഷെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഇപ്പം കൂടെ നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാറി. അവരുടെ കൂടെ ഇപ്പം കൂട്ടുകൂടത്തില്ല, അങ്ങനെ മാറി നടക്കുകയായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ്സിലോട്ട് പോകുന്ന വഴിക്ക് അടുത്ത ക്ലാസ്സിലിരിക്കുന്ന പരീക്ഷ എഴുതുന്ന അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ കേൾക്കാത്ത പോലെ കുറച്ച് ദൂരം പോയിട്ട് അപ്പോൾ വീണ്ടും വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ തിരിച്ച് പോയി എന്തെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് എന്തിനാ ചെറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ നിന്നെ ചെറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ചീത്ത വിളിച്ചു. അപ്പോൾ ഞാനും ഒരുമാതിരി പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലോട്ട് പോയായിരുന്നു. ക്ലാസ്സിലോട്ട് പോയി ക്ലാസ്സിൽ നിന്നപ്പോൾ ഇവർ 3 പേരായിട്ട് അർജുൻ്റെ കൂട്ടുകാരന്മാർ 2 പേരും കൂടെ ആയിട്ട് എന്നെ മർദ്ദിക്കുകയായിരുന്നു. ആദ്യം റോഹൻ എന്ന് പറയുന്ന ഒരു പയ്യൻ തള്ളി, പിന്നെ അർജുൻ, അനന്തനും റോഹൻ 3 പേരുമായിട്ട് മാറി മാറി തലയിൽ മുഖത്തുമായിട്ടൊക്കെ മർദ്ദിക്കുകയായിരുന്നു. സൂര്യ ഗായത്രിയുണ്ട് വിവരങ്ങളുമായി. സൂര്യ, നിലവിലെ കേരളത്തിന്റെ സാഹചര്യം എടുത്താൽ റാഗിംഗ് എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ജൂനിയർ സീനിയർ സംഘർഷങ്ങൾ ഇപ്പോൾ കുറഞ്ഞ് ഇപ്പോൾ സഹപാഠികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുൻപ് സുഹൃത്തുക്കളായിരുന്നവരുടെ ഭാഗത്തു നിന്നും ഒക്കെയാണ് കൂടുതൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങളെല്ലാം ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഈ സംഭവത്തിന്റെ വിവരങ്ങൾ? ആരൊക്കെയാണ് ഇതിന് പിന്നിൽ? അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം കാളിദാസ്. അതായത് മുതിർന്ന കുട്ടികളായിരുന്നു ജൂനിയർ ആയിട്ട് വരുന്ന കുട്ടികളെ റാഗിംഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഈ വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. BBA വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ എസ് ദേവാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. BCom പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് ക്രിസ്റ്റോ നൽകിയിരിക്കുന്ന പരാതി. മർദ്ദിച്ചവർ ക്രിസ്റ്റോയുടെ മുൻപ് സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അത് ക്രിസ്റ്റോ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതിനുശേഷം മറ്റ് സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടിയത് ഈ 3 പേർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ നടത്തിയ ആക്രമണമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ക്രിസ്റ്റോയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോകുന്ന വഴി അർജുൻ, അനന്തൻ, റോഹൻ ഇവർ 3 പേർ ക്രിസ്റ്റോയെ അരികിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അത് വിളിച്ചത് കാര്യമാക്കാതെ ക്രിസ്റ്റോ മുന്നോട്ട് നടന്നുപോയി. പക്ഷേ പിന്നീട് വീണ്ടും ആവർത്തിച്ച് വിളിച്ചതോടുകൂടി ക്രിസ്റ്റോ അവർക്ക് അരികിലേക്ക് പോവുകയായിരുന്നു. അരികിൽ ചെന്നപ്പോഴാണ് ക്രൂരമായിട്ട് ഈ വിദ്യാർത്ഥിയെ ഈ 3 പേർ ചേർന്ന് മർദ്ദിച്ചത് എന്നുള്ളതാണ് ക്രിസ്റ്റോ നൽകുന്ന പരാതി. പിന്നീട് ഈ സംഭവം കോളേജ് അധികൃതരോട് പറഞ്ഞെങ്കിലും കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള പരാതിയും ക്രിസ്റ്റോ ഉയർത്തുന്നുണ്ട്. കാട്ടാക്കട പോലീസിൽ പരാതി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് തന്നെ കോളേജ് അധികൃതർക്കെതിരെയും ഒരു പരാതി നൽകാൻ ഈ വിദ്യാർത്ഥിയോട് പറയുകയായിരുന്നു. എന്തായാലും വിവരം അറിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്ത കോളേജിനെതിരെ വിദ്യാർത്ഥി ആക്ഷേപമുയർത്തുന്നുണ്ട്. നിലവിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മുഖത്തിനും തലയ്ക്കും ഗുരുതരമായി ക്രിസ്റ്റോയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു. ശരി സൂര്യ.